ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ അങ്ങനെ ആരും ചെയ്താൽ ഞാൻ കണ്ടിട്ടില്ല, വളരെ കുറവാണ്. ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വീഡിയോസ് ഒന്നും യൂട്യൂബ് കണ്ടില്ല. എനിക്ക് ഈ സൈഡിലൊക്കെ താടി കുറവായിരുന്നു, അപ്പം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു താടി വേണമെന്ന്. അപ്പം കൊച്ചിയിൽ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയപ്പം അവിടുന്ന് ബിയേഡ് ഇംപ്ലാന്റേഷനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റി. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, വേദനയോ ഒന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഓക്കെ ആയിരുന്നു. സർജറി കഴിഞ്ഞ ആദ്യത്തെ ഒരു മാസം നല്ലൊരു പേടി ഉണ്ടായിരുന്നു, ഇത് വരുമോ എന്ന്. ഞാൻ 100% ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷം. ഹായ്, ഞാൻ മനീഷ് വിഷ്ണു, ഒരു യൂട്യൂബറാണ്. അപ്പം ഞാൻ ഈ ലാർജ് ഡെൻസിറ്റിയിൽ വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബിയേഡ് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിത് എങ്ങനെ അറിഞ്ഞതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ്. അത്യാവശ്യം റെഫറൻസ് ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു ക്ലിനിക്ക് വളരെ ബെസ്റ്റായി തോന്നി. ഞാൻ ഇന്ന് രാവിലെയാണ് കോഴിക്കോട് നിന്നും കൊച്ചിയിലേക്ക് എത്തിയത്. രാവിലെ 8:30 എനിക്ക് ടൈം പറഞ്ഞത് സർജറിയുടെ. ഞാനൊരു 8:15 ഇവിടെ എത്തി. പെട്ടെന്ന് തന്നെ റിസപ്ഷനിൽ പോയിട്ട് എൻ്റെ നമ്മളെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരുന്നു, എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് ഡോക്ടറെ എടുത്ത് പോയിട്ട് എനിക്ക് മാർക്കൊക്കെ ചെയ്തത്. നമുക്ക് എങ്ങനെ വേണം താടി, എങ്ങനത്തെ മോഡൽ വേണം എന്നൊക്കെ നമുക്ക് അവിടെ സജസ്റ്റ് ചെയ്തിട്ട് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡൽ തന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ട് ഇപ്പം മാർക്ക് ചെയ്യിപ്പിച്ചു. എൻ്റെ ബിയേഡ് മാർക്ക് ചെയ്തൊക്കെ ഇവിടുത്തെ ജാദവ് ഡോക്ടറാണ്. ഈ ഒരു ഫീൽഡിൽ വളരെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളൊരു ഡോക്ടർ തന്നെയാണ് ജാദവ് ഡോക്ടർ. അപ്പം ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്. അപ്പം ഹെയർ ഇപ്പം ബാക്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, ബാക്കിൽ നിന്ന് എടുക്കുമ്പം ഉള്ളു കുറയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഓക്കെയാണ്. പിന്നെ ഇതൊരു പേടിയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര പേടിയില്ല. നമ്മൾ യൂട്യൂബൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഒരു പേടി കാണും, പക്ഷെ എന്നാലും ഇപ്പോൾ ഓക്കെയാണ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ. അപ്പോൾ നമുക്ക് എന്തായാലും സർജറിക്ക് കയറാം. സർജറി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാം. കഴിഞ്ഞ ഒരു 7 മാസം മുന്നേ ഒരു സർജറി ചെയ്തിരുന്നു. അതിൻ്റെ റിസൾട്ട് ഒരു ബിയേഡ് സർജറിയാണ് ചെയ്തത്. നിങ്ങൾക്ക് മുന്നത്തെ എൻ്റെ വീഡിയോസിൽ കണ്ടാൽ മനസ്സിലാവും, എനിക്ക് ഈ സൈഡിലൊക്കെ താടി കുറവായിരുന്നു. അപ്പം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു താടി വേണമെന്ന്. അപ്പം കൊച്ചിയിൽ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയപ്പം അവിടുന്ന് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റി, ബിയേഡ് ഇംപ്ലാന്റേഷനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റി. അപ്പം ഞാൻ അവിടുന്ന് അത് കൂടുതൽ അറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സർജറി ചെയ്യാമെന്ന് തീരുമാനിച്ചത്. എൻ്റെ മുന്നത്തെ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, ഈ സൈഡിൽ താടിയില്ല. ഈ ഒരു ഏരിയയിലും മീശയും മാത്രമായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് താടി ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, വേദനയോ ഒന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഓക്കെ ആയിരുന്നു. കാരണം എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ചെയ്യുമ്പം. പ്രോസസ്സൊക്കെ ഞാൻ വീഡിയോസിലേക്ക് കണ്ടപ്പോൾ കേരളത്തിൽ അങ്ങനെ ആരും ചെയ്താൽ ഞാൻ കണ്ടിട്ടില്ല, വളരെ കുറവാണ്. ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വീഡിയോസ് ഒന്നും യൂട്യൂബ് കണ്ടില്ല. അപ്പോൾ എനിക്ക് പുറത്തുള്ള ആൾക്കാരൊക്കെ ചെയ്തപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ അത്ര പേടിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നു, കാരണം അനസ്തീഷ്യൊക്കെ തന്നിട്ടാണല്ലോ. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട രീതിയിൽ ഒന്നും പേടിക്കാനില്ല. അപ്പം ഇങ്ങനെ താടി ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു ഐഡിയ ആണ് ഈ ഒരു ബിയേഡ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സർജറി കഴിഞ്ഞ ആദ്യത്തെ ഒരു മാസം നല്ലൊരു പേടി ഉണ്ടായിരുന്നു, ഇത് വരുമോ എന്ന്. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറൊക്കെ വിളിച്ചു ചോദിക്കും, ഇത് എന്തെങ്കിലും ടാബ്ലറ്റ്സോ അതുപോലെ തന്നെ എന്തെങ്കിലും ഓയിൽസോ യൂസ് ചെയ്യണോ. അപ്പം ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഏകദേശം ഒരു 5 മാസം ആകുമ്പോഴേക്കൊക്കെ നല്ലോണം വരും. ഇപ്പോൾ ഏകദേശം 7 മാസമായി, ഒരു 10 മാസം ആകുമ്പോൾ ഇതിലും കൂടുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം എനിക്ക് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം പെട്ടെന്നാണ് ഈ ഒരു ഗ്രോത്ത് വന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി 10 മാസമൊക്കെ ആകുമ്പോഴേക്കും നല്ലൊരു വ്യത്യാസം വരും. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ലാ ഡെൻസിറ്റിയിൽ നിന്ന് ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എന്താ പറയുക, നല്ല രീതിയിൽ അവർ എന്നെ ടേക്ക് കെയർ ചെയ്തു. നല്ല രീതിയിലൊരു ഹോസ്പിറ്റാലിറ്റി തന്നെയായിരുന്നു.
അപ്പോൾ നിങ്ങൾക്കും ചെയ്യണമെങ്കിൽ എന്തായാലും സജസ്റ്റ് ചെയ്യുന്നു ലാ ഡെൻസിറ്റി. ഞാൻ 100% ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഹെയറോ ബിയേഡോ ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് എന്തായാലും ലാ ഡെൻസിറ്റിയിൽ കോൺടാക്ട് ചെയ്യുക.